പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും ഈ മൂന്ന് മുന്നണികളും മത്സരത്തിനൊക്കെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്, ആവേശം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ ഒരു പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന് UDF-നെ സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്ന ഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിന്റെ ഒക്കെ കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. NDA സംബന്ധിച്ചും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പുതുമയുള്ളൊരു സംഭവമാണോ? ഗോപി, അത് പുതുമയുള്ള സംഭവമല്ല. ഇതിൽ തന്നെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥികളെ അറിയേണ്ടത്, അതായത് ചില മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇനി NDAയുടെ ഭാഗത്ത് നിന്ന്, BJPയുടെ ഭാഗത്ത് നിന്ന് അറിയാനുണ്ട്. LDF-നെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് അറിയേണ്ടിയിരിക്കുന്നു. നടൻ സുധീർ കരമനെ ഇടതു സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ ഇപ്പോൾ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പല ആളുകളെയും തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജു ആയിരുന്നല്ലോ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്നത്. അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് അദ്ദേഹം കേസിൽപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യനാവുകയും മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയൊരു ആളിലേക്കുള്ള അന്വേഷണം പോയത്. ആ മണ്ഡലം CPIM ഏറ്റെടുക്കണമെന്ന് അവരുടെ പ്രാദേശിക ഘടകങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയേ മതിയാവൂ എന്ന നിലപാട് ചിലരെങ്കിലും സ്വീകരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPIM നേതാക്കൾ AKG സെന്ററിൽ നിന്ന് ഫോൺ ചെയ്താൽ പോലും ആന്റണി രാജു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സീറ്റ് വേണം എന്നാവശ്യപ്പെടുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അങ്ങനെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഘടകകക്ഷിയാണ്. സ്വാഭാവികമായ ഒരു സീറ്റിന് അവർക്ക് അർഹതയുണ്ട്. ആ സീറ്റ് ഇപ്പോൾ ആന്റണി രാജുവിന് ഇല്ല എന്നതിന്റെ പേരിൽ ആ സീറ്റ് കൊടുക്കാതെ ഇപ്പോൾ ഇടത് പൊതു സ്വതന്ത്രനെ നിർത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു നീതികേടല്ലേ? അത് ഒരു മുന്നണി മര്യാദയുടെ കാര്യമൊക്കെ നോക്കിയാൽ അതിൽ അങ്ങനെ പറയാം. പക്ഷേ അത് ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നുള്ളത് നേരത്തെ അവരുടെ ഒരു ഘടകകക്ഷിയായി LDF നിർത്തിയത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് പ്രേക്ഷകർക്കും ഗോപീഷണൊക്കെ അറിയാമല്ലോ. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം LDF വിട്ടപ്പോഴാണ് അന്നൊരു കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടേണ്ടതുണ്ട്, ക്രൈസ്തവ സഭയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കേരള കോൺഗ്രസ് വേണ്ടതുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ആന്റണി രാജു, KC ജോസഫ് തുടങ്ങിയവരെ, ഈ V സുരേന്ദ്രൻപിള്ള ഉൾപ്പെടെ അന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഈ പാർട്ടി ജനാധിപത്യ കേരള കോൺഗ്രസ് അത് LDF-ന്റെ ഭാഗമാകുന്നു. അതുപോലൊപ്പം തന്നെ സ്കറിയ തോമസ് LDF-ന്റെ ഭാഗമായ ഒരു വേറൊരു കേരള കോൺഗ്രസ് LDF-ന്റെ ഭാഗമാകും. അതൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ സീറ്റ് LDF-ന്റെ ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് മാറുകയാണ്. അസിത, ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തതയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും നമ്മൾ ഒരു പരിധിവരെ തമ്മിൽ തല്ലിയതുമൊക്കെ K.സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പല പല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചു. പക്ഷെ ഒടുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്ത് K.സുധാകരൻ സമ്പൂർണ്ണമായി പാർട്ടിക്ക് വഴങ്ങിയ ഒരു നേതാവാവുകയും അച്ചടക്കം പാലിക്കുന്ന ഒരു നേതാവായി ഇന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് എത്തിയത്. അപ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിച്ച എന്തെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല TO മോഹനൻ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ കൂളായി സ്വാഗതം ചെയ്യുകയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നാളത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ K.സുധാകരനെ അനുനയിപ്പിക്കാൻ എന്ത് തന്ത്രങ്ങളായിരിക്കും ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ആലോചന സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്കും അതറിയാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഒരു ആലോചന നടത്തിയാൽ എന്തായിരിക്കും അതിനുള്ള കാരണം? തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഇവിടെ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞതാണ്. അതല്ലാതെ സുധാകരനെ പോലൊരു നേതാവ് ഇത്ര പെട്ടെന്ന് അനുനയത്തിന് വഴങ്ങി ഒന്നും പറയാതെ ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് വിട്ടാൽ ഞാൻ എവിടെ പോകാനാണ് എന്ന് ചോദിക്കുന്ന ഒരു സുധാകരനെയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം കാണുന്നത്. പിന്നീടും അദ്ദേഹം കാര്യമായ പ്രതികരണങ്ങളൊന്നും ആ വിഷയത്തിൽ നടത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ നിലയിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെട്ട് വന്നിട്ടുണ്ടാകണം എന്ന് തന്നെ കരുതണം. പക്ഷേ അതിന് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുക. പക്ഷേ ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇന്നലെ വരെയുള്ള കോൺഗ്രസിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് പൊതുവിലൊരു സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ട് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഈ കോൺഗ്രസ് എന്നാൽ K.സുധാകരനും KC വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഒക്കെ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ട് എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുന്നത്. ഇന്നലെ വരെ ഇന്നലെ വരെ ഈ നേതാക്കളൊക്കെ പൂർണ്ണമായും സ്വന്തം നെഞ്ചത്തേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഈ പ്രമുഖ നേതാക്കളൊക്കെ ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിൽ നിന്നും
ഇന്ന് മാത്രം ഇതാ പ്രധാനപ്പെട്ട 3 പേർ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലേറ്റവും പ്രധാനം ഇതിൽ 2 പേർ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരാൾ വലിയ പ്രതിഷേധം നേതൃത്വത്തിനെതിരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകുകയാണെങ്കിൽ BJP-യിൽ ചേർന്നതിൽ ഒരാൾ BS അനൂപ് എന്ന നേതാവാണ്. അദ്ദേഹം ചിറയൻകീഴിൽ NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. ഈ BS അനൂപ് കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിറയൻകീഴിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇത്തവണ രമ്യ ഹരിദാസ് ആണ് ചിറയൻകീഴിലേക്ക് വരുന്നത്. അപ്പോൾ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്ന മണ്ഡലമാണിത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരസ്യമായി പ്രതിഷേധത്തിലേക്ക് പോയതാണ്. അവിടെ BS അനൂപിത NDA-യുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായി അരുൺ രാജ് എന്ന് പറയുന്ന KPCC-യുടെ അതെ അദ്ദേഹം മുൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇതാ പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഗോപി NS നുസൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതൃപദവിയിൽ തന്നിരുന്ന ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ചില പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അത് ചില ഒത്തുതീർപ്പ് ഫോർമുലയാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അത് നേമവും വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. ആ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസും BJP-യും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ആ 2 പ്രത്യേകത നമുക്ക് അറിയുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.